ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സിനെ കുറിച്ചാണ്. അതിലെ തേർഡ് ചാപ്റ്റർ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനായിട്ട് കുറച്ച് പ്രോബ്ലം കൂടെ ഒക്കെ എന്ത് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് 4x പ്ലസ് ഐ ഇൻറ്റു 3x മൈനസ് വൈ ഈക്വൽ ടു 3 മൈനസ് i6. നമുക്ക് വേണ്ടത് എന്താണ്? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെയും റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഈ രണ്ട് കോംപ്ലക്സ് നമ്പറോട് ഈക്വൽ ആണ് അല്ലേ? ഈ ഒരു കോംപ്ലക്സ് നമ്പറും ഈ ഒരു കോംപ്ലക്സ് നമ്പറും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടുകളും പരസ്പരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാണത്? 4x ആണല്ലേ. ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്? 4x ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്? അത് 3 ആണ്. അപ്പോൾ 4x ഈക്വൽ ടു എന്താണ്? 3 ആയിരിക്കും. അങ്ങനെ എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇൻറ്റു ദ 4 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും അല്ലേ? 3/4. സോ എക്സിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടുക ഇവിടെ? 3/4 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് ഇമാജിനറി പാർട്ട് നോക്കാം. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ആരാണ്? 3x മൈനസ് വൈയും. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 6 എന്ന് മാത്രം എടുത്ത് കളയരുത്. അവിടെ ആരൂടെ ഉണ്ട്? ആ സിമ്പിളൂടെ ചേർത്ത് വേണം പറയാനുള്ളത്. ആൻസർ എന്താണ്? അവിടുത്തെ റിയൽ പാർട്ട് റൈറ്റ് സൈഡ് കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ -6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 3x മൈനസ് വൈയും -6 എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും അല്ലേ? അതിൽ എക്സ് നമുക്ക് ഓൾറെഡി ഇതെന്ന് അറിയാം. ഇപ്പോൾ 3/4 എന്നറിയാം. അപ്പോൾ 3 ഇൻറ്റു എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം വാല്യൂ? 3/4 മൈനസ് വൈ ഈക്വൽ ടു -6. നമുക്കിനി വേണ്ടത് എന്താണ്? വൈയുടെ വാല്യൂ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 3 എത്രയുണ്ട്? 3 ഇൻറ്റു 3 9. 9/4 മൈനസ് വൈ ഈക്വൽ ടു -6. ഇവിടെ ഏറ്റവും ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ 4 അല്ലേ കിടക്കുന്നത്. അപ്പോൾ എല്ലാ ടേമുകളെയും, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഈ 3 ടേമുകളെയും നിരത്തി പിടിച്ച് എന്ത് ചെയ്യുക? 4 കൊണ്ട് അങ്ങ് എന്ത് ചെയ്യുക? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു 9/4 മൈനസ് 4 ഇൻറ്റു വൈ എന്താണ്? 4y. അടുത്ത -6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? -24. ഇവിടെ 4ഉം 4ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 9 മൈനസ് 4y ഈക്വൽ ടു -6 ഇൻറ്റു 4 എത്രയുണ്ടാ? -24. നമുക്ക് ഇവിടെ -4y ആണോ വേണ്ടത്? +4y ആണോ വേണ്ടത്? +4y ആണ് വേണ്ടത്. അതുകൊണ്ട് ഇതിന് ഇപ്പുറത്ത് കൊണ്ടുപോയതിന് ശേഷം -24നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 9 ഇവിടെയുണ്ട്. -24 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +24 എന്നാവും. -4y അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അത് +4y എന്നാവും. 9 + 24 ആൻസർ എത്രയുണ്ടാ? 33 എന്ന് കിട്ടും. സോ 4y ഈക്വൽ ടു 33 ആണെങ്കിൽ വൈയുടെ വാല്യൂ 4 ഇൻറ്റു വൈ അല്ലേ 4y എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റു നിൽക്കുന്ന 4 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 33/4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ എക്സിൻ്റെ വാല്യൂ 3/4 കിട്ടി. വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 33/4 എന്നുള്ള വാല്യൂവും കിട്ടി. അത് നമ്മൾ അടുത്ത ദിവസം നോക്കി. റൈറ്റ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ദി ഫോം a+ib. ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? a+ib ഫോമാറ്റ് ആക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ്? 8 + 6i ഇൻറ്റു 2 - 3. നമുക്ക് ചെയ്ത് നോക്കാം. 8 + 6i ഇൻറ്റു എന്താണ്? 2 - 3i. വളരെ ഈസിയാണ്, ഒന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 8 ഇൻറ്റു 2 8 ഇൻറ്റു എത്രയുണ്ടാ? 8 ഇൻറ്റു 2 ചെയ്യുക. അതുപോലെ 8 ഇൻറ്റു -3i ചെയ്യുക. അപ്പോൾ 8 ഇൻറ്റു 2 എത്രയാണ്? 16 മൈനസ് തൽക്കാലം കൊടുക്കണ്ട. നിങ്ങൾ എന്താണത് മനസ്സിലാക്കി ചെയ്യാം. നമുക്ക് 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 16. ഓക്കെ. അടുത്ത 8 ഇൻറ്റു -3i. 8 ഇൻറ്റു -3 എത്രയാണ്? -24. അപ്പോൾ -24 പിന്നെ അതിലൂടെ ഒരു ഐ കൂടെ ഉണ്ട്. അപ്പോൾ -24i. അതിനുശേഷം നമ്മൾ അത് ചെയ്യേണ്ടത് ഈ 6i കൊണ്ട് 2നെ ഇൻറ്റു ചെയ്യുക. 6i കൊണ്ട് എന്ത് ചെയ്യുക? -3iയെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6i ഇൻറ്റു 2. അപ്പോൾ 6 ഇൻറ്റു 2 എത്രയാണ്ടാ? 12 അല്ലേ? അപ്പോൾ +12i എന്നാണ് +12i. നെക്സ്റ്റ് വൺ 6 ഇൻറ്റു -3. 6 ഇൻറ്റു -3 എത്രയാണ്ടാ? -18. i ഇൻറ്റു i എന്താണ്? i². ദാറ്റ് ഈസ് ഈക്വൽ ടു 16. ഈ പറയുന്ന -24iയും +12iയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. -24 + 12 ആൻസർ എന്താണ്ടാ? -12i. നെക്സ്റ്റ് വൺ -18.
എടാ ഇവിടുത്തെ ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 അല്ലേ? അപ്പോൾ ആ ഒരു മൈനസും അല്ലെങ്കിൽ നമുക്ക് എഴുതാം 18 ഇൻറ്റു -1 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? 16 - 12 -18 ഇൻറ്റു -1. ഈ മൈനസും മൈനസും കൊണ്ട് ജോയിൻ ചെയ്തോടെ എന്താവും? +18 എന്നാവും. ഓക്കെ, ഇനി ബാക്കി 16 + 18. 16 + 18 എത്രയാണ്ടാ? 34 മൈനസ് എന്താണ്? 12y എന്നുള്ളൊരു ആൻസർ കിട്ടും. 34 - 12y. നമുക്ക് അടുത്ത ദിവസം നോക്കാം. എന്താണ്? 7 + 5y/4 - 3y. 7 + 5y/4 - 3y. ഇതെങ്ങനെ ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഡിനോമിനേറ്ററുള്ള എന്താണ് കോംപ്ലക്സ് നമ്പർ? അതാരാണ്? 4 - 3y ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് ആരാണ്ട? അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 4 + 3y കൊണ്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. എന്താണ്? താഴെയുള്ള അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും, അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ മുകളിൽ നോക്കി, മുകളിൽ നമ്മൾ ആദ്യം 7 കൊണ്ട് ആദ്യം ആരെ ഇൻറ്റു ചെയ്യും? 4 ഇൻറ്റു ചെയ്യും. 7 കൊണ്ട് 3a നെക്സ്റ്റ് ഇൻറ്റു ചെയ്യും. അപ്പോൾ 7 × 4 എത്രയാണ്ട? 7 × 4 28. നെക്സ്റ്റ് 7 × 3i. 7 × 3i എന്ന് പറയുമ്പോൾ 7 × 3 എത്രയാണ്ട? 21i. 7 × 3 21 ആണ്. 21i. നെക്സ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 5i കൊണ്ട് 4നെയും 3iയെയും നമ്മൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5 × 4 എന്താണ്? +20 +20i. അടുത്തത് 5i × 3i. 5 × 3 എത്രയാണ്ട? അതാദ്യം എഴുതുക. 5 × 3 15. i × i എന്താണ്? i². ഓക്കെ, ഇനി താഴെ നമുക്ക് നോക്കാം. 4 - 3i × 4 + 3i. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് a + b × a - b. ആൻസർ എന്താണ്? a + b × a - b എന്ന് പറഞ്ഞാൽ ആൻസർ a² - b² ആണ്. അപ്പോൾ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ. 4 + 3i × 4 - 3i എന്ന് പറഞ്ഞാൽ ഇവിടെ എക്ക് പകരം കിടക്കുന്ന ആരാണ്? ഇവിടെ 4 ആണ്. അതായത് ഇവിടെ എക്ക് പകരം കിടക്കുന്ന ആരാണ്? ഇത് എ, ഇതും എന്താണ്? എ ആണ്. ബിക്ക് പകരം കിടക്കുന്ന ആരാണ്? ബിക്ക് പകരം 3i ആണ്. ഇവിടെ ആരാണ്? 3i. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? 4² ബിക്ക് വരെയുള്ളത് ആരാണ്ട? 3i അല്ലേ? അപ്പോൾ 3i² ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ നിങ്ങൾ എന്ത് ചെയ്ത് പോകില്ല? മറന്നു പോകരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആൻസർ ഫുള്ള് തെറ്റിപ്പോവും. നെക്സ്റ്റ് വൺ എന്താണ്? 28. ഇവിടെ നോക്കി, ഈ 21i + 20i എന്തായിരിക്കും ആൻസർ? 21 + 20. 21 + 20 എത്രയാണ് ആൻസർ? 41i. ഇവിടെ നോക്കി, i² വാല്യൂ -1 ആണ് അല്ലേ? അപ്പോൾ 15 × -1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ട? -15. അപ്പോൾ ഇവിടെ +15 അല്ല, ആൻസർ എന്താണ്? -15/4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 - 3i² എന്ന് പറയുമ്പോൾ ഈ സ്ക്വയർ 3ക്കും കൊടുക്കുക, iക്കും കൊടുക്കുക. അപ്പോൾ അത് 3ക്ക് കൊടുക്കുമ്പോൾ എന്താവും? 3യുടെ സ്ക്വയർ അല്ലേ? 3യുടെ സ്ക്വയർ എത്രയാണ്ട? 9 ആണ്. പിന്നെ ബാക്കി വരുന്ന ആരാണ്? iക്കും അതിൻ്റെ പവർ കൊടുത്തു. അപ്പോൾ i². അപ്പോൾ 9i² = ഈ പറയുന്ന 28ഉം ഈ 15 കൂടെ മൈനസ് ചെയ്തുകൂടെ? 28 - 15 എത്ര കിട്ടും നമുക്ക് ആൻസർ? 13 എന്ന് കിട്ടും. എത്ര കിട്ടും? 13. 13 + 41i/16 - 9. എടാ i² വില എത്രയാണ്? -1 അല്ലേ? ആ മൈനസും ഈ മൈനസും കൂടി ചേർന്ന് അവിടെ എന്താവും? പ്ലസ് ആവും. വേണമെങ്കിൽ ചെയ്തു തരാം. -9 × i² എന്ന് പറഞ്ഞാൽ -1 അല്ലേ? അപ്പോൾ -9 × -1 എന്താണ്ടാ? +9 ആണ്. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 13 + 41i/16 + 9 എത്രയാണ്ടാ? 25 കിട്ടും അല്ലേ? നമുക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് തന്നെ അതിനെ കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ അതിനെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. 13/25 + 41/25i. അപ്പോൾ നമ്മുടെ എന്ത് ഫോർമാറ്റായി? സ്റ്റാൻഡേർഡ് ഫോർമാറ്റായിട്ടുള്ള a + ib ഫോർമാറ്റിൽ ഇതായിട്ടുണ്ട്. ഇനി വേണ്ടി നമുക്ക് നമ്മുടെ തേർഡ് പ്രോബ്ലത്തിലോട്ട് പോകാം. എന്താണ്? ഇതൊരു ഇച്ചിരി വലിയ റിസ്ക് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നുമല്ല. എന്താണ്? ഇച്ചിരി വലിയ പ്രോബ്ലം ആയിട്ട് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? 1/1 + i × 1 - 2i × 1 + 3i. നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം താഴത്തെ ഇത്രയും പാർട്ട് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കണ്ടുപിടിക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം സൈഡിലോട്ട്. അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ പേപ്പറിൽ തന്നെ ചെയ്യുക, മെയിൻ പ്ലേസിൽ തന്നെ ചെയ്യുക. ഞാൻ ഇപ്പോൾ എന്താണ് ഇതിൽ സൈഡിലോട്ട് ചെയ്ത് കാണിച്ചത് എന്താണെന്നുള്ളത് നോക്കി. 1 + i × 1 - 2i × 1 + 3a. അപ്പം ഞാൻ ആദ്യം ഈ ആദ്യത്തെ 2 കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ പരസ്പരം ഇൻറ്റു ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം 1 × 1 ചെയ്യുക, അത് കഴിഞ്ഞ് 1 - 2i കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 1 എത്രയുണ്ട് ആൻസർ? 1. 1 × -2i എന്താ? -2i. നെക്സ്റ്റ് 1 എന്ത് ചെയ്യുക? i കൊണ്ട് ഈ 1നെയും ഈ -2iയെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ i × 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1i, അതായത് +i. അടുത്ത i × -2i, അപ്പോൾ -2i × i എന്താ? i². ഇത്രയും ഞാൻ ആദ്യത്തെ 2 കോംപ്ലക്സ് നമ്പർ ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഈ കിട്ടുന്ന ആൻസറിനെ 1 + 3i ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇനി ഇൻറ്റു ചെയ്യാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് വരാം. ഇവിടെ 1 ഈ -2i + i എന്ത് കിട്ടും ആൻസർ? -2 + 1. ആൻസർ എന്താണ്? -1 അല്ലേ? അപ്പോൾ -1i എന്ന് പറഞ്ഞാൽ എന്താണ്? -i. -2i²ൽ i²ൻ്റെ വാല്യൂ -1 അല്ലേ? ആ മൈനസും ഈ ഒരു മൈനസ് കൊടുത്താൽ അവിടെ എന്താവും? +2 എന്നാവും ഇൻറ്റു 1 + 3i. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാം 1 + 2. 1 + 2 എത്രയാണ്? 3. 3 - i ഇൻറ്റു 1 + 3i. ഇനി ഈ 2 കോംപ്ലക്സ് നമ്പറോട് നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും ഇൻറ്റു ചെയ്യണം. അപ്പോൾ വീണ്ടും ആദ്യം 3 × 1. 3 × 1 എന്താണ് ആൻസർ? 3 × 1 ചെയ്യണം, 3 × 3i ചെയ്യണം. അപ്പോൾ 3 × 1 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? 3. 3 × 3i. 3 × 3 9. അപ്പോൾ +9i. വീണ്ടും എന്ത് ചെയ്യണം? -i കൊണ്ട് 1നെയും 3iയെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ -i × 1 എന്ന് പറയുമ്പോൾ എന്താണ്ട? -i. അടുത്തത് -i × 3i². അപ്പോൾ -1 × 3. -1 × 3 എന്ന് പറയുമ്പോൾ -3. i × i എന്താണ്? i². ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതുപോലെ എഴുതുക. നമുക്കിവിടെ 9iയും 3iയും കൂടെ എന്ത് ചെയ്യുക? 9i - i എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. 9i - i, 9iയിൽ നിന്ന് ഒരു i പോയി എന്താണ്ട? +8i -3i². i²ൻ്റെ വാല്യൂ -1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ ചേരുമ്പോൾ അവിടെ എന്താവും? പ്ലസ് ആവും. ബാക്കി എന്ത് കിട്ടും? 3 + 3. 3 + 3 എത്രയുണ്ടാ? 9 + 8i. ആൻസർ എന്താണ്ട? 9 + 8i എന്ന് കിട്ടും. എടാ സോറി കേട്ടാ, ക്ഷമിക്കണം കേട്ടാ, ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. 3 + 3 സാർ 6 എന്നാണ് പറഞ്ഞത്. അല്ല സോറി, 3 + 3 സാർ 9 എന്നാണ് പറഞ്ഞത്. ആൻസർ താഴത്തിൽ സോറി 6 ആണ് കേട്ടോ. 6 + 8. ഒരു തെറ്റ് പറ്റിപ്പോയി, സോറി. അപ്പോൾ ആൻസർ എന്താണ്? നമ്മുടെ ഫൈനൽ ആൻസറിൽ 6 + 8i എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ട് പുട്ട് ചെയ്യാം അല്ലേ? 1 ഇത്രയും 3 കോംപ്ലക്സ് നമ്പറിനോട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 + 8i എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ സാധാരണ ചെയ്യും പോലെ ഡിനോമിനേറ്ററിലാണ് ഇവിടെ ആര് വന്നിട്ടുള്ളത്? ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ? ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പർ ആരാണ് ഇവിടെ? 6 + 8i അല്ലേ? അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ ആരാണ്ട? 6 - 8i കൊണ്ട് എന്ത് ചെയ്യുക? മുകളിലും താഴെയും ഇൻറ്റു ചെയ്യുക. ഇവിടെ ഇൻറ്റു ചെയ്യുക, മുകളിലും ഇൻറ്റു ചെയ്യുക. 6 - 8i. അപ്പോൾ മുകളിൽ 1 × 6 - 8i എന്ന് പറയുമ്പോൾ ആര് തന്നെയാണത്? 6 - 8i. താഴെ a + b × a - b ഫോർമാറ്റല്ലേ ഇത്? അപ്പോൾ ആൻസർ എന്താണ്? c² അല്ലേ? a² - b². അപ്പോൾ c² - 8i all². അപ്പോൾ 6 - 8i c² ആൻസർ എന്താണ്ട? 36 - 8ൻ്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. ഈ സ്ക്വയർ നമ്മൾ 8നും കൊടുക്കണം, iക്കും കൊടുക്കണം അല്ലേ? അപ്പോൾ 8i² എന്ന് പറയുമ്പോൾ 8ൻ്റെ സ്ക്വയർ 64 ആണ്. i²ൻ്റെ വാല്യൂ എത്രയാണ്ടാ? -1 ആണ് അല്ലേ? ആ മൈനസും ഈ മൈനസും വെച്ചിട്ട് അവിടെ എന്താവും? പ്ലസ് ആവും. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 6 - 8i 36 + 64. ആൻസർ എന്താണ്ടാ? 100. നമുക്കിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ 6/100 - 8i/100 എന്ന് വേണമെങ്കിൽ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. 6ഉം 100ഉം 6 നമുക്ക് ഏത് വെച്ച് ക്യാൻസൽ ചെയ്യാം? 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 3, ഇവിടെ എത്രയാണ്ടാ? 50. 8ഉം 100ഉം നമുക്ക് ഏത് വെച്ച് ക്യാൻസൽ ചെയ്യാം? 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 കിട്ടും, ഇവിടെ എന്താണ്?
100/4 എത്ര കിട്ടും? 100/4 25 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 3/50 മൈനസ് 2/25 എന്നുള്ളൊരു ഫൈനൽ ആൻസർ കിട്ടും. നമുക്ക് ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 + 5i + 2i³ 2 + i². ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 4 + 5i ഇൻറ്റു അല്ല പ്ലസ് 2i³ 2 + i². എടാ ഇവിടെ നമുക്ക് ആദ്യം അറിയേണ്ട i³ വാല്യൂ എന്താ? i³ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചോളൂ. i² × i ആണ്. i² വാല്യൂ -1, അതായത് -i ആണ് അതിൻ്റെ ആൻസർ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 യഥാർത്ഥത്തിൽ ഈ 4 + 5iക്ക് ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം അതിൻ്റെ എന്താണ് ഫ്രണ്ടിൽ മൈനസോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. 4 + 5i ബ്രാക്കറ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. പ്ലസ് 2 × പ്ലസ് 2i³ അല്ലേ? അപ്പോൾ 2i³ എന്തായിരിക്കും? 2 × -i. 2 × -i എന്ന് പറയുമ്പോൾ ആൻസർ -2i ആവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? ഈ പ്ലസ് വേണ്ട, പകരം -2i എന്ന് കൊടുക്കാം. -2i താഴെ എന്താണ്? 2 + i² നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. a + b² എന്ന് പറഞ്ഞാൽ എന്താണ്? a + b² a² + 2ab + b² അല്ലേ? അപ്പോൾ 2 + i² എന്ന് പറഞ്ഞാൽ എന്താണ്? 2² + 2 × ab. a എന്ന് പറഞ്ഞാൽ 2 ആണ്, b എന്ന് പറഞ്ഞാൽ i ആണ്, പ്ലസ് b² എന്ന് പറഞ്ഞാൽ i². നെക്സ്റ്റ് വൺ 4 5i - 2i എന്ത് കിട്ടും നമുക്ക് ആൻസർ? 5 ൽ നിന്ന് 2 എത്രയുണ്ട്? +3i ഓൾ ഡിവൈഡ് ബൈ 2² എത്രയാണ്? 4 + 2 × 2 4 4 × i 4i. i² വില എത്രയുണ്ട്? -1. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് കിട്ടും? 4 + 3i / 4 - 1 എത്രയാണ് ആൻസർ? 3 അല്ലേ? 3 + 4i എന്ന് കിട്ടും. ഇപ്പോഴും ഇതെന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യാറുള്ളത്? 4 + 3i / 3 + 4i ആണെങ്കിൽ താഴെ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ ആരാണ്ടാ? 3 + 4i അല്ലേ? കോംപ്ലക്സ് നമ്പർ 3 + 4i അല്ലേ? അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ആരാണ്? 3 - 4i കൊണ്ട് എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് മുകളിൽ എങ്ങനെ ചെയ്യാം? മുകളിൽ ഈ 4 കൊണ്ട് എന്ത് ചെയ്യണം? 3 ഇൻറ്റു ചെയ്യണം. അതുപോലെ -4i എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 3 എത്രയാണ്ടാ? 12. 4 × -4 എത്രയാണ്? -16. പിന്നെ ഇവിടെ ഒരു i കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ -16i. നെക്സ്റ്റ് വൺ 3i കൊണ്ട് എന്ത് ചെയ്യണം? 3 ഇൻറ്റു ചെയ്യണം. -4i ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3i × 3 3 × 3 എത്രയാണ്? +9 +9i. നെക്സ്റ്റ് വൺ 3i × -4i. അപ്പോൾ 3 × -4 എത്രയാണ്? -12 ആണ്. i × i എന്താണ്ട്? i² ആണ്. താഴെ 3 അല്ലെങ്കിൽ 3 + 4i × 3 - 4i അല്ലേ? a + b × a - b ആൻസർ എന്താണ്? a² - aക്ക് പകരം 3² -4iയുടെ എന്താണ്? സ്ക്വയർ. ബാക്കി ചെയ്യാം. 12 ഇവിടെ -16iയും +9iയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ -16 + 9 എന്താണ്? 16ൽ നിന്ന് 9 പോയാൽ നമുക്ക് എത്ര കിട്ടും ആൻസർ? 7 കിട്ടും. വലിയ നമ്പർ മൈനസ് ആണ്, അപ്പോൾ ആൻസർ -7i. ഇവിടെ -12 i² വാല്യൂ എന്താണ്ടാ? -1 അല്ലേ? ആ ഈ ഒരു -1 ചേർന്ന് അവിടെ എന്താവും? പ്ലസ് ആവും. ബൈ 3² 9 -4i². 4i² എന്ന് എന്താണ്ടാ? 4i² ആണേ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4ൻ്റെ സ്ക്വയർ 16 ആണ്. i² വാല്യൂ എന്താണ്? -1. അല്ല i² എന്ന് എഴുതാം. അപ്പോൾ 16 × -1 എന്ന് പറഞ്ഞാൽ ആൻസർ -16 അല്ലേ? സോ ഈ ഒരു മൈനസും ഇവിടുത്തെ മൈനസും ചേരുമ്പോൾ എന്താവും? +16 എന്നാവും. നെക്സ്റ്റ് വൺ 12 + 12 എത്രയാണ്ടാ? 24 -7i / 9 + 16 എത്രയാണ്? 25 എന്ന് കിട്ടും. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ സ്പ്ലിറ്റ് കൊടുക്കണം അല്ലേ? 24/25 - 7/25i എന്നാവും.
വളരെയധികം ഈസിയാണ്. കുറച്ച് ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്താണ് മൈനസോ പ്ലസോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് തിരിഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.